عليكم ورحمة الله وبركاته. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിൻ്റെ ആത്മകഥയിൽ നിന്ന് അല്പം നമുക്ക് വിവരിക്കാം. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഒരു വലിയ ചക്രവർത്തിയായിരുന്നു. അവസാനം കൊട്ടാരമെല്ലാം വിട്ട് അള്ളാഹുവിൻ്റെ വഴിയിൽ തനിച്ച് ജീവിക്കുന്ന ഒരു വലിയ സൂഫിയായി മാറി. അദ്ദേഹം ആ യാത്രക്കിടയിലുണ്ടായ ചില അനുഭവങ്ങൾ വിവരിക്കുകയാണ്. അത്തൈത്തു ബഅദൽ ബിലാദ്, ഞാനൊരു നാട്ടിൽ ചെന്നു. ഫനസൽതു ഫീ മസ്ജിദിൻ, അങ്ങനെ ഒരു പള്ളിയിൽ വന്നിറങ്ങി. രാത്രിയായപ്പോൾ ഇശാ നിസ്കാരമെല്ലാം കഴിഞ്ഞു. അപ്പോൾ നിസ്കാരം കഴിഞ്ഞപ്പോൾ പള്ളിയിലെ ഇമാമ് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇവിടുന്ന് പോകണം, വാതിൽ അടക്കാൻ പോവുകയാണ്. ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, അന റജുലുൻ ഗരീബുൻ അബീതു ഹാഹുനാ, ഞാനൊരു വിദേശിയായ ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് ഇവിടെ എന്ന് താമസിക്കണം. ഫഖാല, അപ്പ പള്ളിയിലെ ആള് പറഞ്ഞു, الغرباء يسرقون القناديل والحصر فلا نترك أحدا يبيت فيه ولو كان إبراهيم بن أدهم. ഈ പള്ളിയിൽ നിന്ന് രാത്രി കിടന്നുറങ്ങുന്ന പല ആളുകളും ഇവിടുത്തെ കന്തല വിളക്കുകളും പായകളും മറ്റുമൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് കൊണ്ട് പള്ളിയിൽ ഇപ്പോൾ ഒരാളെയും കിടത്തൂല എന്നുള്ള തീരുമാനം വന്നിരിക്കുകയാണ്. എന്നിട്ട് കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, വലൗ കാന ഇബ്രാഹിം ഇബ്നു അദ്ഹം, ഇനി രാജ്യം ഭരിക്കുന്ന ഇബ്രാഹിം ഇബ്നു അദ്ഹമാണ് വന്നത് എങ്കിലും ശരി, പള്ളിയിൽ കിടത്തുകയില്ല. വന്നാട് ഇബ്രാഹിം ഇബ്നു അദ്ഹമാണ് എന്നറിയില്ല. ഇബ്രാഹിം ഇബ്നു അദ്ഹം കൊട്ടാരം വിട്ട് അള്ളാഹുവിനെ ധ്യാനിച്ച് നടക്കുന്ന ഒരവസ്ഥയുണ്ട്. അത് നാട്ടിൽ മൊത്തം പാട്ടാണ്. പല ആളുകൾക്ക് ആരാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്നറിയില്ല. ആ അവസ്ഥയിലേക്ക് അദ്ദേഹം പറ്റേ താന്നുപോയി. താനൊരു വലിയ മുതലാളിയും രാജാവുമായി ജീവിച്ച അത്രയും കാലം ഏറ്റവും നിസ്സാരക്കാരനായി ജീവിച്ച് അള്ളാഹുവിലേക്ക് തൗബ ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ എത്രയോ വലിയ ചക്രവർത്തിയായ അദ്ദേഹം കൊട്ടാരം വിട്ട് ഇറങ്ങി ഒരുപാട് അടിമവേലകൾ ചെയ്തു പോലും മഹാനവരുകൾ ജീവിച്ചിട്ടുണ്ട്. സൂഫിയാക്കളിൽ പ്രമുഖനായി നാം എണ്ണുന്ന ഒരാളാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. ഒരുപാട് സംഭവങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഇബ്രാഹിം ഇബ്നു അദ്ഹം ഇങ്ങനെ നാടോടിയായി ജീവിക്കുകയാണ്. കൊട്ടാരമൊക്കെ വിട്ട് ദുനിയാവൊക്കെ തൊലാക്കുകയല്ലി അള്ളാഹുവിന്റെ വഴിയിൽ ജീവിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. പക്ഷെ ആരാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന് പലർക്കും അറിയില്ല. അതുകൊണ്ട് ആ പള്ളിയിലെ ആള് പറയുന്നത്, ജീവനക്കാരൻ പറയുന്നത്, സാക്ഷാൽ ഇബ്രാഹിം ഇബ്നു അദ്ഹം വന്നാൽ പോലും ഈ പള്ളിയിൽ കിടന്നുറങ്ങാൻ സമ്മതിക്കുകയില്ല. ഫഖുൽതു, അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അന ഇബ്രാഹിം ഇബ്നു അദ്ഹം, ഞാനാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന് പറഞ്ഞാട്. ഇബ്രാഹിം ഇബ്നു അദ്ഹം വന്നാൽ പോലും കിടത്തൂല എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം ഇബ്നു അദ്ഹമിനെ അദ്ദേഹത്തിന് മനസ്സിലായില്ലല്ലോ. അപ്പൊ പറഞ്ഞു, ഞാനാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം. വകാനത്ത് ലൈലത്തൻ ശാതിയത്തൻ, അന്നത്തെ രാത്രി വളരെയേറെ തണുപ്പുള്ള രാത്രിയാണ്. ഫഖാല, ഇത് കേട്ടപ്പോഴും അദ്ദേഹം പറഞ്ഞു, കഫാ മാ അൻത ഫീഹി ഹത്താ തക്ലിബാ സുമ്മ ഖാല അക്സർത. മതി മതി മതി, എൻ്റെ വീടലൊക്കെ നിർത്ത്, എനിക്ക് അല്ലെങ്കിലും ഒരല്പം സംസാരം കൂടുതലാണ്. നീ ഇനി പറഞ്ഞ് കള്ളം പറയൊന്നും വേണ്ട, പള്ളിയിൽ നിന്ന് ഇറങ്ങിയേ പറ്റൂ, വേറെ രക്ഷയൊന്നുമില്ല. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു എന്ന് പറയുന്നു, ശാഠ്യം പിടിച്ചു. അങ്ങനെ അദ്ദേഹം എൻ്റെ കാലിൽ പിടിച്ചു.
ഫജറനി അലാ വജ്ഹി, എൻ്റെ മുഖം കുത്തി എന്നെ അദ്ദേഹം പുറത്തേക്ക് വലിച്ചിട്ടു. ഹത്താ റമാനി അലാ അത്തൂനി ഹമ്മാമിൻ, വാടകയ്ക്ക് ജനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ബാത്റൂം ഉണ്ട്, അതിൻ്റെ മുമ്പിൽ ഞാൻ എത്തിപ്പെട്ടു. പള്ളിയിൽ നിന്ന് ബലാത്കാരമായി അദ്ദേഹം എന്നെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് ഇറക്കി. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു സഹിക്കാൻ തീരുമാനിക്കുക, ഞാൻ എത്രത്തോളം സുഖലോലുപനായി ജീവിച്ചു അത്രത്തോളം ഞാൻ ഇനി കഷ്ടപ്പെട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കണം എന്ന് തീരുമാനിച്ചിരിക്കുക. അതാണ് തൗബ. മഹാനായ ഗസ്സാലി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഒരു മനുഷ്യൻ കള്ളുകുടിയിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുമ്പോൾ ആ തൗബ പൂർണ്ണമാകണമെങ്കിൽ കള്ളു കുടിക്കാൻ വേണ്ടി മദ്യഷാപ്പിൽ അദ്ദേഹം എത്ര മണിക്കൂർ സമയം ചെലവഴിച്ചു, അത്ര മണിക്കൂർ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പള്ളിയിൽ വന്ന് അദ്ദേഹം ഇരിക്കണം. അതാണ് ആ മനുഷ്യന്റെ തൗബയുടെ പൂർത്തീകരണം. എന്ന് പറഞ്ഞതുപോലെ ഞാൻ സുഖലോലുപനായി എത്ര കാലം ജീവിച്ചു അത്ര കാലം നിസ്സാരക്കാരനായി, നിന്ദ്യനായി, ഒരാൾക്കും വേണ്ടാത്ത ആളായി ആട്ടും തൂപ്പുമെല്ലാം കേട്ടും സഹിച്ചും ജീവിക്കണം എന്ന് തീരുമാനിച്ച് കൊട്ടാരം വിട്ടിറങ്ങിയ ആളാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. മഹാനവരുകൾ ഒരിക്കൽ പറയുന്നുണ്ട്, ഞാൻ വളം ചാണകം ഏറ്റിട്ട് ജീവിക്കുന്ന അവസരത്തിൽ കൊട്ടയിൽ നിന്ന് ചാണകം എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ ഉറ്റി വീഴുമ്പോൾ ശരീരം ഇങ്ങനെ വിടക്കും. കാരണം പരിചയമില്ലാത്ത കാര്യമാണല്ലോ. ഒരു കൊട്ടാരത്തിലെ ചക്രവർത്തി ഇങ്ങനെ ഒരു അടിമവേല ചെയ്യാന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, എത്രയാണ് ആ ശരീരത്തെ അദ്ദേഹം സമരസപ്പെടുത്തെടുക്കുന്നത്. പക്ഷേ ശരീരത്തോട് ഞാൻ പറയും വേണ്ട. അവസാനം ഇങ്ങനെ നടക്കുന്നതിനിടയിൽ ഒരു വലിയ മുതലാളി ഒരു തോട്ടത്തിൽ കാവൽക്കാരനാക്കി, അത് നോക്കാനും കൃഷി നനക്കാനും ഒക്കെ. ആ കർമ്മ ഇങ്ങനെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഗസ്റ്റുകൾ വന്നപ്പോൾ പറഞ്ഞു, നല്ല മുന്തിരി കൊണ്ടുവന്നു, അതുപോലെ പല ഫ്രൂട്ട്സുകളും കൊണ്ടുവരാൻ പറഞ്ഞു. അദ്ദേഹം നല്ല ചന്തമുള്ളത് അറുത്ത് കൊണ്ടുപോയി കൊടുത്തു, പക്ഷെ നല്ല പുളിപ്പുള്ളതായിരുന്നു. അപ്പോൾ രാജാവ്, ആ മുതലാളി, തോട്ടത്തിന്റെ മുതലാളി ദേഷ്യം പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, മധുരമുള്ളതേത് പുളിപ്പുള്ളതേത് എന്ന് പോലും അറിയാത്ത ഒരു മണ്ണനായി പോയല്ലോ പഠിച്ചവനെ എൻ്റെ ജോലിക്കാരൻ. അപ്പൊ ജോലിക്കാരൻ പറഞ്ഞു, നിങ്ങൾ എന്നെ ഇത് നനക്കാനല്ലേ ഏൽപ്പിച്ചിട്ടുള്ളൂ, ഇത് തിന്നാൻ എന്നെ ഏൽപ്പിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ഈ പഴങ്ങളിൽ ഏതാണ് പുളിയുള്ളത് ഏതാണ് മധുരമുള്ളതെന്ന് എനിക്കറിയില്ല മുതലാളി. അപ്പൊ ആ മുതലാളി പറഞ്ഞു, എന്റെ വാക്ക് കേട്ടാ തോന്നുന്നു ഇബ്രാഹിം ഇബ്നു അദ്ഹമാണ്. അപ്പൊ ഇബ്രാഹിം ഇബ്നു അദ്ഹം ചിന്തിച്ച്, പടച്ചവനെ, എന്നെ കുറിച്ച് ജനങ്ങൾക്ക് ഇത്രയും വലിയ സങ്കല്പമുണ്ടോ? അപ്പൊ ഞാൻ ആരാന്നറിയണ്ട എന്ന് പറഞ്ഞ് അന്ന് മുമ്പൊരു സ്ഥലം കിട്ടുന്ന അത്രയും വലിയ ജനങ്ങൾ ഉപമിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു വളർന്നുപോയി. അത് മഹാനവറുകൾ അള്ളാഹുവിൽ ലയിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയിൽ മൂപ്പര് വന്നു. അപ്പോൾ തന്റെ ആത്മകഥയിൽ തന്റെ ആ യാത്രയിലുണ്ടായ സംഭവങ്ങൾ മഹാനവറുകൾ വിവരിക്കുകയാണ്. അങ്ങനെ പള്ളിയിൽ എന്നെ കിടത്താൻ സമ്മതിക്കാതെ എൻ്റെ 2 കാലും പിടിച്ച് വലിച്ച് പുറത്തേക്കെറിഞ്ഞു. ഞാൻ അങ്ങനെ ഒരു ബാത്റൂമിന്റെ കൂലിക്ക് ജനങ്ങൾ വാടകയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ബാത്റൂമിന്റെ മുമ്പിലെത്തിപ്പെട്ടു. അവിടുന്ന് എണീറ്റ് നോക്കുമ്പോൾ തീ കൊളുത്തുന്ന ഒരു മനുഷ്യനെ കണ്ടു. കുറെ അടുക്കാട്ട് വാരിയിട്ട് ഇങ്ങനെ കത്തിക്കുന്ന ഒരാളെ കണ്ടു. എനിക്കൊരൽപ്പം ആശ്വാസമായതുപോലെ ഞാൻ അദ്ദേഹത്തിന്റെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിന്റെ അരികിൽ ചെന്നിട്ട് സലാം പറഞ്ഞു. അദ്ദേഹം എന്നോട് സലാം മടക്കിയില്ല. പള്ളിയിൽ നിന്ന് എന്നെ ഇറക്കി വിട്ടതിന്റെ വിഷമം എൻ്റെ മനോമുഖരങ്ങളിൽ തളം കെട്ടി നിൽക്കുമ്പോഴാണ് കണ്ട ഒരാളെന്ന നിലക്ക് ആശ്വാസത്തോടെ സലാം പറഞ്ഞത്. പക്ഷേ അദ്ദേഹം എൻ്റെ സലാം മടക്കിയില്ല. അല്പം കഴിഞ്ഞ് അദ്ദേഹം എൻ്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, ഇവിടെ ഇരിക്കുക. അങ്ങനെ അദ്ദേഹം കാണിച്ചു തന്ന സ്ഥലത്ത് ഞാൻ ഇരുന്നു.
ആ മനുഷ്യൻ വേദനയോടെയും വിഷമത്തോടെയും പേടിയോടെയും വലത്തെ ഭാഗത്തേക്കും ഇടത്തെ ഭാഗത്തേക്കും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം എൻ്റെ അരികിൽ അദ്ദേഹം നോക്കുന്ന കാഴ്ച കണ്ടിട്ട് എനിക്ക് പോലും പേടി വന്നുപോയി. ഒരൽപ്പം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ അരികിൽ വന്നു, എന്നെ പരിഗണിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, വഅലൈക്കസ്സലാം. ആദ്യമൊന്നും മൈൻഡ് ചെയ്തില്ല. ഒരു സ്ഥലം കാണിച്ചു തന്നിട്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. മുമ്പിൽ പോയി സലാം പോലും മടക്കിയില്ല. പിന്നെ വന്നിട്ട് പറഞ്ഞു, വഅലൈക്കസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫഖുൽതു, അപ്പോൾ ഞാൻ അത്ഭുതത്തോടുകൂടെ ചോദിച്ചു, അജബൻ ലിമ ലം തുസല്ലിം അലയ്യ ഹീന സലാമി അലൈക. ഞാൻ നിങ്ങളോട് സലാം പറഞ്ഞ നേരത്തെ നിങ്ങൾ എന്താ മടക്കാതിരുന്നത്? ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ ഹാദാ, ഓ മനുഷ്യ, കുൻതു അജീറ ഖൗമിൻ, ഞാൻ ഇവിടെ ഒരാളുടെ ജോലിക്കാരനായി വന്നതാണ്. ഫഖിഫ്തു അൻ ഉസല്ലിമ അലൈക ഫാസ്തഗ്ഫിറു ബിസ്സലാം. സലാം മടക്കാൻ നിന്നിട്ട് എൻ്റെ സമയം കളയണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. കാരണം ഫാസിമു വാഖൂനു, അത് എൻ്റെ മുതലാളിയോട് ഞാൻ ചെയ്യുന്ന ധിക്കാരമാകുമോ വഞ്ചനയാകുമോ, അതിൻ്റെ പേരിൽ ഞാൻ കുറ്റം ലഭിക്കുമോ എന്ന്, കുറ്റം അനുഭവിക്കേണ്ടി വരുമോ എന്ന് ഞാൻ പേടിച്ചുപോയി. എന്നിട്ട് സലാം പറഞ്ഞാൽ അത്രയും സമയം പോയില്ലേ? അപ്പൊ ഞാൻ മുഴുവൻ സമയവും ജോലിക്കാരനായി ഇവിടെ വന്ന ആളല്ലേ, നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോയതാണെന്ന്. ഖുൽതു ലഹു, അപ്പോൾ ഞാൻ ചോദിച്ചു, ഫറഅയ്തുക തൻദുറു അൻ യമീനിക വശിമാലിക, നിങ്ങൾ ഇങ്ങനെ വലത്തെ ഭാഗത്തേക്കും ഇടത്തെ ഭാഗത്തേക്കും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അത്തഖാഫു, നിങ്ങൾക്ക് വല്ലതും പേടിയുണ്ടോ? പേടിച്ചാണോ ഇത് നോക്കുന്നത്? പേടിയുള്ള ആൾക്കാർ നോക്കുന്ന പോലെ കുറെ വലത്തോട്ട് നോക്കും, പിന്നെ അടുത്തോട്ട് നോക്കും. എന്താ അതിന്റെ കാര്യം എന്ന് വെച്ചാൽ, ഫഖുൽതു, അയാൾ പറഞ്ഞു, അതെ ഞാൻ, എനിക്ക് പേടിയുണ്ട്. ഖുൽതു, ഞാൻ ചോദിച്ചു, മിമ്മദാ, എന്ത് പേടിച്ചിട്ടാ നോക്കുന്നത്? ഖാല, അയാൾ പറഞ്ഞു, മിനൽ മൗത്ത്, മരണത്തെ പേടിച്ചിട്ട് നോക്കുക. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വലത്തെ ഭാഗത്തൂടെ വരുന്നുണ്ടോ ഇടത്തെ ഭാഗത്തൂടെ വരുന്നുണ്ടോ എന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് നല്ലൊരു സ്വാലിഹായ മനുഷ്യനാണ്, ജോലിക്കാരൻ. ലാ അദ്രി മിൻ ഐന യഅതി, അസ്റായീൽ വരുന്നത് എവിടുന്നാണെന്ന് അറിയില്ല. അം യമീനി അം മിൻ യമീനി അം മിൻ ശിമാലി, വലതുഭാഗത്തിലൂടെയാണോ ഇടതുഭാഗത്തിലൂടെയാണോ എന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം ഒരു നല്ല സ്വാലിഹായ മനുഷ്യനാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടു. ഇബ്രാഹിം ഇബ്നു അദ്ഹം പറയുന്നു, അപ്പോൾ ഞാൻ ചോദിച്ചു, ഫബികം തഅമലു കുല്ല യൗമിൻ, ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ജോലി ചെയ്താൽ എന്താ ഇവിടുന്ന് കിട്ടുക? ഒരു ദിവസം എന്ത് കിട്ടും? കാല, അദ്ദേഹം പറഞ്ഞു, ബിദിർഹമിൻ വദാനിക്, ഒരു നാണയവും ഒരു വെള്ളി നാണയവും ഒരു ചില്ലറയും കിട്ടും. അപ്പോഴോ ഖുൽതു, ഞാൻ ചോദിച്ചു, മാദാ തസ്നഉ ബിഹി, ഇതുകൊണ്ട് എന്ത് ചെയ്യാനാണ്? അപ്പോൾ പറഞ്ഞു, ഞാനും എൻ്റെ ഭാര്യയും ചില്ലറ കൊണ്ട് ജീവിക്കും, ഭക്ഷണം വാങ്ങും. എന്നാൽ ഒരു ദിർഹമുണ്ടല്ലോ, അത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുകയാണ്. എൻ്റെ ഉമ്മയിലും എൻ്റെ ഉപ്പയിലും ഉണ്ടായതല്ലാത്ത കുറച്ച് മക്കളുണ്ട്, അത് എൻ്റെ കൂട്ടുകാരൻ്റെ കുട്ടികളാണ്. അയാൾ മരണപ്പെട്ടുപോയി. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മക്കളെയും കുടുംബത്തെയും നോക്കിപ്പോറ്റി നടത്തുന്നത് എൻ്റെ ഒരു ചുമതലയായി ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അദ്ദേഹം പിന്നെയും ഒരു നല്ല മനുഷ്യനായി ബോധ്യപ്പെടുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇബ്രാഹിം ഇബ്നു അദ്ഹം പറയാണ്, ഹൽ ദഅവതല്ലാഹ ഫീ ഹാജത്തിൻ ഫഅജാബക ഫീഹാ, അല്ലാഹു തആല, അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്തിട്ട് ഉത്തരം കിട്ടാത്ത വല്ല ദുആയുമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ ദുആരുന്ന എല്ലാ ദുആക്കും ഉത്തരം കിട്ടി, പിന്നെ ഉത്തരം കിട്ടാത്ത ഒരൊറ്റ ദുആയുണ്ട്. قال لي حاجة أنا منذ 20 سنة أدعو الله عز وجل وما قضاها. 20 കൊല്ലമായി ഞാൻ ദ്വാരക്കുന്ന ഒരു കാര്യമുണ്ട്, അത് സാധിച്ചിട്ടില്ല, അല്ലാത്ത എല്ലാ കാര്യവും സാധിച്ചു.
അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താ കാര്യം എന്ന് വെച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ബലഗനി അന്ന ഫിൽ അറബി റജുലൻ തമയ്യസ അനിൽ സാഹിദീന വഫാഖൽ ആബിദീൻ യുഖാലു ലഹു ഇബ്രാഹിം ഇബ്നു അദ്ഹം. സൂഫി ചക്രവാളത്തിൽ സൂഫികളിൽപ്പെട്ട ഒരു നല്ല മനുഷ്യനുണ്ട്. അദ്ദേഹം ദുന്യാവ് ത്യജിച്ച് ജീവിക്കുന്ന ഔലിയാക്കളിൽ പ്രമുഖനായ ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്നാണ്. അദ്ദേഹത്തെ ഒന്ന് കാണിച്ചു തരണേ റബ്ബേ എന്ന് 20 കൊല്ലമായി ഞാൻ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇതുവരെ നടന്നിട്ടില്ല. അത് മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ദ്വാരന്നിട്ട് കിട്ടാത്ത ഒരു കാര്യം എന്ന് അദ്ദേഹം പറഞ്ഞു. ദഅവതുല്ലാഹ അസ്സ വജല്ല ഫീ റുയതിഹി. അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞാൻ പടച്ചവനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. വഅമൂതു ബൈന യദൈഹി. അയാളെ കണ്ടിട്ട് വേണമെന്ന് മരിക്കാൻ. ഇത് മാത്രമേ എനിക്ക് ലക്ഷ്യമുള്ളൂ, വേറൊന്നുമില്ല. കാരണം എന്താണ്? ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന് പറയുന്ന ആ മനുഷ്യൻ അത്രയും വലിയ ഉന്നതമായ ഒരു സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് ആ ഒരു കാര്യമായ വലിയനെ ഒന്ന് കാണണം എന്ന ഒരൊറ്റ ചിന്തയിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇബ്രാഹിം ഇബ്നു അദ്ഹം പറ അബ്ശിർ യാ അഖീ, എന്നാൽ എൻ്റെ കൂട്ടുകാരാ നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക. ഖദ് ഖദല്ലാഹു ഹാജതക വഖബില ദഅവതക. നിങ്ങളുടെ ദുആ അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ട്. വമാ റളിയ ലി അൻ ആതി ഇലൈക ഇല്ലാ സുഹ്ബൻ അലാ വജ്ഹി. നിങ്ങളുടെ മുമ്പിൽ ഈ പള്ളിയിൽ നിന്ന് ഒരാളെ ഇങ്ങനെ മുഖം കുത്തി വലിച്ചിട്ടില്ലേ ഈ കുപ്പത്തൊട്ടിയിലേക്ക്, അയാളാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന് പറയുന്നത്. ഞാനത് അറിയുന്നില്ല. അപ്പോഴും നിങ്ങളെ മുമ്പിൽ പള്ളിയിൽ നിന്ന് വലിച്ചിട്ട ഒരാളില്ലേ, ഈ ബാത്റൂമിന്റെ മുമ്പിൽ വന്ന് വീണ ഒരു മനുഷ്യൻ, ഒരു വിദേശിയായ മനുഷ്യൻ, അയാളാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം. സുബ്ഹാനല്ലാഹ്. ഫവസബ മിൻ മകാനിഹി വആനഖനി വസമിഅതുഹു യദ്ഉ വയഖൂൽ. അദ്ദേഹം പെട്ടെന്ന് അങ്ങ് എണീറ്റുകൊണ്ട് എന്നെ ആലിംഗനം ചെയ്തു. എന്നിട്ട് അല്ലാഹുവിനോട് പറയുന്നു അല്ലാഹുമ്മ ഖദൈത ഹാജതി വഅജബ്ത ദഅവതി അല്ലാഹുമ്മ ഖബ്ദിനി. പടച്ചവനെ 20 കൊല്ലമായിട്ട് ഞാൻ ദ്വാരുന്നുകൊണ്ടിരിക്കുന്ന ആ ദുആ നീ സ്വീകരിച്ചു. എൻ്റെ ആവശ്യം നീ പൂവണിച്ചു തന്നിരിക്കുകയാണ്. ഇനി എനിക്ക് ഇവിടുന്ന് മരിച്ചാലും വേണ്ടിയില്ല എന്ന് പറയേണ്ട താമസം. അദ്ദേഹം അവിടുന്ന് ദ്വാരുന്ന രണ്ടാമത്തെ ഒരു ദ്വായാണത്. ഉടനെ അദ്ദേഹം മഹാനവരുകളുടെ മുമ്പിൽ മയ്യത്തായി എന്ന് വീണു എന്ന് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു തൻ്റെ ആത്മകഥയിൽ വിവരിക്കുകയാണ്. അപ്പൊ ജോലിക്കാരനായി കഴിയുന്ന സാധുക്കളായ പല ആളുകളും, നല്ല ദുആക്ക് ഇജാബത്തുള്ള സ്വാലിഹീങ്ങളായ ആളുകളുണ്ടാവും. പാവങ്ങളിൽ ഒരുപാട് സ്വാലിഹീങ്ങളായ ആളുകൾ ഉണ്ടാവും. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഒരു ചക്രവർത്തിയായിരുന്നു. ഒരുപാട് കാലം വലിയ സുഖലോലുപതയിൽ ജീവിച്ചു. അവസാനം ഒരു ചെറിയ ഒരു ഉപദേശമാണ് അദ്ദേഹത്തിൻ്റെ മാറ്റത്തിന് കാരണമെന്നാണ്. ഇബ്രാഹിം ഇബ്നു അദ്ഹം കൊട്ടാരം വിട്ടിട്ട് തിരിച്ചു വന്നപ്പോൾ അടിമയുണ്ട് മഹാനവറുകളുടെ ഊഞ്ഞാലിൽ ഇങ്ങനെ ആടുന്നു, ഭയങ്കര ഉഷാറായിട്ട്. രാജാവ് പോയി വന്നപ്പോൾ സേവകന്, ജോലി ചെയ്യുന്ന സേവകന് മൂപ്പര കൊട്ടാരത്തിൽ ഊഞ്ഞാലിൽ ഇങ്ങനെ ആടുകയാണ്. അപ്പോൾ ഒരു അടി കൊടുത്തു. അപ്പോൾ കരഞ്ഞുപോയി. രണ്ടാമത്തെ ഒരു അടി കൊടുത്തു, അപ്പോൾ ചിരിച്ചുപോയി. പിന്നെ അടി കൊടുത്തു, അപ്പോഴും കരഞ്ഞുപോയി. പിന്നെ ഒരടി കൊടുത്തു, അപ്പോഴും ചിരിച്ചുപോയി. അപ്പൊ രാജാവ് ചോദിച്ചാൽ അനക്കെന്താ ഭ്രാന്തുണ്ടോ, അത് വട്ടുണ്ടോ? വട്ടല്ല രാജാവേ, നിങ്ങൾ ആദ്യം എന്നെ അടിച്ചില്ലേ? അപ്പൊ ഞാൻ കരഞ്ഞു, അത് അടിയുടെ വേദന കൊണ്ടാണ്. പിന്നെ നിങ്ങൾ എന്നെ അടിച്ചില്ലേ? അപ്പൊ ഞാൻ കരഞ്ഞത് എന്താണെന്നറിയോ? അപ്പൊ ഞാൻ ചിരിച്ചത് എന്താണെന്നറിയോ? പടച്ചവനെ,
ഞാനൊരാളെ സമ്മതമില്ലാതെ ഉപയോഗിച്ച ഈ ഊഞ്ഞാലക്ക് ഇനി നാളെ ആഖിറത്ത് ശിക്ഷയില്ല, അത് ഇവിടുന്ന് കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ജയിച്ചു പോയതാണ്. പിന്നെ ഞാൻ കരഞ്ഞത് എന്തിനാണെന്നറിയാം? മൂന്നാമത്തെ അടി കിട്ടിയപ്പോ ഈ ഒരു ചെറിയ അടി കിട്ടിയതിന് ഞാൻ ഇത്രയും വലിയ ഒരു പ്രഹരമേറ്റുപോയെങ്കിൽ ഇത്രയും വലിയ കൊട്ടാരത്തിൽ സുഖലോലുപനായി ജീവിക്കുന്ന നിങ്ങൾ എത്ര അനുഭവിക്കേണ്ടി വരും പടച്ചോനെ എന്ന് വിചാരിച്ചിട്ട് കരഞ്ഞു പോയതാണ്. ഈ ഒരൊറ്റ വാക്ക് കേട്ടപ്പോൾ ഇബ്രാഹിം ഇബ്നു അദ്ഹം ചിന്തിച്ചു, പടച്ചവനെ, എൻ്റെ വീട്ടിൽ കൂലിവേല ചെയ്യുന്ന ഒരു അടിമയുടെ ബോധം പോലും ഒരു രാജ്യത്തിൻ്റെ ചക്രവർത്തിയായ എനിക്കില്ലാതെയായിപ്പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ദുന്യാവിനെ എനിക്ക് വേണ്ട, ഞാൻ 3 തലാഖും ചൊല്ലി പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞിട്ട് കൊട്ടാരത്തിൽ നിന്ന് മഹാനവറുകൾ കേവലം ഒരു അടിമയായി അങ്ങോട്ട് ഇറങ്ങുകയാണ്. ഒരു രാജ്യത്തിൻ്റെ രാജാവും ചക്രവർത്തിയുമായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. അവസാനം നേരത്തെ നമ്മൾ കഥയിൽ പറഞ്ഞില്ലേ, ഓ നീ ആപ്പിളും മുന്തിരിയൊന്നും തിന്നാതിരിക്കാൻ ഇത്രയും വലിയ സൂക്ഷ്മത പുലർത്താൻ നീ എന്താ ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് മഹാനവരുകൾ വളർന്നുപോയി. ഒരുപാട് സംഭവങ്ങൾ കാണാൻ നമുക്ക്. സൂഫിയാക്കളുടെ നേതാവായി അവസാനം വാഴ്ത്തപ്പെട്ടു, വലിയ ഉന്നത സ്ഥാനത്ത് മഹാനവരുകൾ എത്തിപ്പെട്ടു എന്നാണ്. മഹാനവരുകളുടെ ബറക്കത്തുകൊണ്ട് അല്ലാഹു നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തുമാറാവട്ടെ. റഹ്മാനുർ-റഹീമായ റബ്ബേ, ഈ മഹത്തായ മജ്‌ലിസിന്റെ ബറക്കത്തുകൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ സർവ്വ പാപങ്ങളും നീ പുറത്തു തരണേ റഹ്മാൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ റഹ്മാൻ. ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഈമാനിന് നല്ല ശക്തി നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ റഹ്മാനെ. ദുനിയാവും ആഖിറവും ഞങ്ങൾക്ക് ഇസ്സത്തിലാക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് ഖനാഅത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് സുഹൃദ് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് സബ്ർ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ കാരുണ്യവും മഗ്ഫിറത്തും ഞങ്ങളിൽ നീ വർഷിപ്പിക്കണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.